ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ടെന്ന CPM ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനമായത്. സജി ചെറിയാനെതിരായ കോടതി വിധി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ചർച്ചയായി. സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ അന്വേഷണത്തെ നേരിടും. നിയമപരമായി മുന്നോട്ട് പോകാനാണ് പാർട്ടിയുടെയും തീരുമാനം. വളരെ കൃത്യമായി തന്നെ ഹൈക്കോടതി വിധി വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രിയായിരിക്കുന്നത് കൊണ്ട് ഇന്ന് ഉദ്യോഗസ്ഥനാണ്. അപ്പൊ മന്ത്രിയായിരുന്നു തന്നെ അന്വേഷണം നടത്താം. പിന്നെ രണ്ട്, മന്ത്രിയായിരിക്കുന്ന ഒരാൾ നടത്തുമ്പോൾ അതിൽ വേറെ CBI അന്വേഷണമൊക്കെ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കോടതി ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലീസ് സംവിധാനത്തിലുള്ള വിശ്വാസം കൂടി കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പ്രശ്നം സജി ചെറിയാൻ അവകാശപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ കേൾക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു നാച്ചുറൽ ജസ്റ്റിസിന്റെ ഭാഗമാണ്. പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അന്വേഷണത്തെ സംബന്ധിച്ചും കോടതി പറഞ്ഞിരിക്കുന്നത് മന്ത്രിയായി തുടരുന്നത് കൊണ്ട് മന്ത്രിയാണ്, അതുകൊണ്ട് ഇന്ന ആളാണ് അന്വേഷിക്കുന്നത്. അപ്പൊ അത് വ്യക്തമാണ്. സജി ചെറിയാൻ നടത്തിയ ഭരണഘടനാ വിരുദ്ധ പ്രസ്താവനയിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട എന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. ഇന്ന് സജി ചെറിയാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്തില്ല. എങ്കിലും ഈ വിഷയം ചർച്ചയായി. നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള സംഘം ഈ വിഷയം അന്വേഷിക്കട്ടെ എന്നും CPMന്റെ തീരുമാനം. ഒരു തവണ ഇതേ വിഷയത്തിൽ സമ്മർദ്ദം കാരണം സജി ചെറിയാൻ രാജിവെച്ചതാണ്. വീണ്ടും രണ്ടാമത് ആ മന്ത്രി രാജിവെക്കുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധിയാകും. നിലവിലെ സാഹചര്യത്തിൽ സജി ചെറിയാന്റെ രാജിയിലൂടെ വരുന്ന ക്ഷീണം താങ്ങാൻ CPM സന്നദ്ധമല്ല. എന്ത് വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായാലും സജി ചെറിയാനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെയാണ് പാർട്ടിയുടെയും അവസാന തീരുമാനം. കോടതി വ്യവഹാരങ്ങളിൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായേക്കാം. സജി ചെറിയാന്റെ വശം കോടതി കേട്ടില്ല എന്ന ന്യായീകരണമാണ് പാർട്ടി ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്. ജനം, തിരുവനന്തപുരം.